അസ്സലാമു അലൈക്കും. അബ്ദുൽ ഖാസിറോടാണ്. സഹോദരന്മാരെ, ഇതിനു മുമ്പ് നമ്മുടെ PMS സലാമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടതാണ്. അതിലൊക്കെ ഞാനതിൽ പല ക്ലിപ്പുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ മുന്നേ സത്യാവസ്ഥ ഒരുപാട് പറഞ്ഞതാണ്. ഇപ്പോഴത് വീണ്ടും രാഷ്ട്രീയപരമായും മതപരമായും വീണ്ടും PMS സലാം അഭിപ്രായം പറയലും അതിന് ജിഫ്രി തങ്ങൾ മറുപടി പറയും, പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ സക്കാപ്പി മറുപടി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ കാണാനിടയായതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാളെ പക്ഷം നിന്നിട്ടൊന്നും പറയാറില്ല. ഞാനെപ്പോഴും നിഷ്പക്ഷമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്ക് അതിൻ്റെ അടികൊണ്ടൊന്നും സംസാരിക്കുന്നേ ഉള്ളൂ. ചിലപ്പോൾ ചില ആൾക്കത് ഗുണത്തിലെത്തും, ചില ആൾക്ക് ചിലപ്പോൾ അത് എന്നോടൊരു വൈരാഗ്യത്തിൻ്റെ സാഹചര്യമൊക്കെ ആവാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ PMS സലാം ഒരു പ്രസ്താവന ഇറക്കി തരീക്കത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ മറ്റേ ഈ കറാമത്തും ഇടയാളും അവരാക്കന്മാരോട് ഇടക്ക് വെച്ചിട്ട് പറഞ്ഞിട്ടായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടായിട്ട് നമ്മളെന്തിന് അത് അള്ളഹാനോട് തന്നെ പറഞ്ഞാൽ പോലെ എന്നൊക്കെ പറഞ്ഞ എന്തൊരു പ്രസ്ഥാനമൊക്കെ ഇറക്കിയപ്പോൾ അത് രണ്ട് സ്ഥലത്ത് കൊണ്ടു എന്നുള്ളതാണ്. ഒന്ന് ജിഫ്രി തങ്ങൾക്കും കൊണ്ടു, ഒന്ന് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർക്കും കൊണ്ടു, പിന്നെ കുറേ കറാമത്തിൻ്റെ ആൾക്കും കൊണ്ടു എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാകുന്ന എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനിതൊരു ഒരു വിശദീകരണമായിട്ട് എൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നത്. എന്തെന്ന് വെച്ചാൽ PMS സലാം പറഞ്ഞ ഒരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളത് ആദ്യം കാണും. സാദിഖലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ്, അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പടത്തോട് പറഞ്ഞാൽ പോലെ ഞാനതിൻ്റെ ആളാണ്. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാർ കണ്ടില്ലേ? ഇതാണ് PMS സലാം പറഞ്ഞ വാക്ക്. ഈ വാക്കിനെ ജിഫ്രി തങ്ങളും പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാറും രണ്ടുപേരും പറഞ്ഞ മറുപടി രണ്ട് രൂപത്തിലാണ്. ജിഫ്രി തങ്ങൾ പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് കേൾക്ക്. ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങളൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ മറുപടി പറയും. മറുപടി പറയുമ്പോൾ പല തകരാറുകളും പലർക്കും പലതും സംഭവിക്കും, പലതും പറ്റും, മനസ്സിലായി, പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഉള്ള ഐക്യം, ഈ സന്തോഷം, ഈ കൂട്ടായ്മ ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് എല്ലാ ഭാഗത്തുനിന്നും അതിനുള്ളതായ ഉദ്ദേശമുണ്ടോ ആ നിലക്ക് നല്ല നിലക്ക് നീങ്ങാൻ വേണ്ടി ഓരോരുത്തർ ശ്രമിക്കുക. ഇതുപോലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വിമർശനങ്ങളുമായും കൊണ്ട് വരുന്നതായ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ കടിഞ്ഞാണിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നമുക്ക് പറയാനുള്ളത് അവരെ കടിഞ്ഞാണിടുക, അല്ലെങ്കിൽ പിടിച്ച് കെട്ടിടുക, അല്ലെങ്കിൽ എവിടെയാണ് കൊണ്ടാക്കേണ്ടത് അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടാക്കുക. കണ്ടില്ലേ ജിഫ്രി തങ്ങൾ പറഞ്ഞത് എന്താണ് അതിന് മറുപടി? അതായത് മുൻകാലങ്ങളിൽ രാഷ്ട്രീയപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ PMS സലാമായിട്ട്. അപ്പോൾ ആ PMS സലാമായിട്ട് മുന്നേ രാഷ്ട്രീയപരമായിട്ട് ഉണ്ടായ ആ പ്രശ്നത്തിൽ തുടർന്നിട്ട് അതേപോലത്തെ ഒരു അഭിപ്രായം ജിഫ്രി തങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇരുത്തേണ്ടടുത്ത് അതിനെൻ്റെ ഉത്തരവാദിത്തപ്പെടാതെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ല. അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്ത ആളുകളുണ്ട്, നേതാക്കന്മാർ. അവർ PMS സലാമിനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തണം, അല്ലെങ്കിൽ കൊണ്ടുവിടേണ്ടടുത്ത് കൊണ്ടുവിടണമെന്ന്. അത് എവിടെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞത് ഇപ്പോൾ പ്രേക്ഷകർക്ക് സംഗതി മനസ്സിലായില്ലേ? അതാണ് അവിടെ ഉദ്ദേശിച്ച ഒരു കാര്യം. അതിന് തങ്ങൾ ഉദ്ദേശിച്ചത് മുന്നേ രാഷ്ട്രീയപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് തങ്ങൾ ആ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ നമ്മളെ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇതേ PMS സലാമിന് കൊടുത്ത മറുപടി ഒന്ന് കേൾക്ക്. അള്ളാഹു അദ്ദേഹത്തിന് ഇൽമു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറിയെത്തിയിട്ടുണ്ടാകാം, പക്ഷേ അയാൾ ഇൽമു പഠിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല, സഹതാപുണ്ട്. ഇൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ്? നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിൻ്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ടു? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഞാൻ പറയട്ടെ, 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. കണ്ടില്ലേ? എന്താണ് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞത്? പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞത് നേരെ തിരിച്ചിട്ട് മറ്റൊരു രൂപത്തിലാണ്. ഇവിടെ നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കറാമത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ കറാമത്തിൻ്റെ അടയാളങ്ങളെ വെക്കുന്നതിനെ പറ്റി ഉദ്ദേശിച്ചിട്ട് സലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പേരോട് സംസാരിക്കുന്നത്.
അപ്പോൾ ഈ PMS സലാം പറഞ്ഞ ഈ അടയാളങ്ങളുണ്ടല്ലോ, ഇടക്ക് നിൽക്കുന്നവർ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾ, അത് ഇവരെ ഈ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ ഔലിയാക്കന്മാരെ റെക്കമെൻഡ് പോണ ഇടയിൽ വെച്ചിട്ട് എന്നിട്ട് അവർ പറയുമ്പോൾ അള്ളാഹു തആല ഇവരെ സ്വീകരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പം അള്ളാഹിൻ്റെ റസൂലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ മറുപടി കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലുമായിട്ടുള്ള കറാമത്തായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും യാതൊരു എതിർപ്പൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശമൊന്നും ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും PMS സലാമിന് എനിക്ക് മുന്നേ എതിർക്കുന്നത് എനിക്ക് സപ്പോർട്ട്, ഞാനതാണെന്ന് പറഞ്ഞത് നിഷ്പക്ഷമായിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ സംസാരിക്കാറ്. അത് ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ മനസ്സിലാക്കി കൊടുത്തതെന്ന് വിചാരിച്ചു. അപ്പോൾ തങ്ങൾ കൊടുത്ത മറുപടി അത് അങ്ങനെ പോയി. പിന്നെ കൊടുക്കുന്ന മറുപടി പേരോട് അബ്ദുറഹ്മാൻ സാർ കൊടുക്കുന്നത് അള്ളാഹിൻ്റെ റസൂലിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ റസൂലിനെ കൊടുത്തുകൊണ്ട് മറുപടി കൊടുക്കുമ്പോൾ മൂപ്പർ പറയുന്നത് വെച്ചാൽ ഈ PMS സലാം ദീൻ പഠിച്ചിട്ടില്ല. ഞാൻ പറയാൻ കാരണം അതാണ്, ഒരാളെ നമ്മൾ ദീന് പഠിച്ചിട്ടില്ല, ദീൻ അറിയാത്തത് കൊണ്ടൊന്നും നമ്മൾ പറയുന്ന അർത്ഥമൊന്നുമില്ല. ഇല്ലാത്തവരെ മുസ്ലിം ആരും ഇപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെ കുറവ് എല്ലാവർക്കും അറിയാതിരിക്കില്ല. കുറഞ്ഞ ദീനും കൂടെ എല്ലാവരും തലക്കെട്ടും കെട്ടി വലിയൊരു വയത് പറയാൻ അറിയുന്നൊരു ആളെന്നെ ആണോ നിർബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ PMS സലാം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തതിനെ അല്ല പറഞ്ഞതിനെ പറ്റിയിട്ട് പറഞ്ഞു വെച്ചെങ്കിൽ റസൂലുമായിട്ട് കറാമത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം PMS സലാം പറഞ്ഞത് ഇന്ന് ഇവർ ചെയ്യുന്ന കറാമത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ PMS സലാം ഉദ്ദേശിച്ചതെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അള്ളാഹിൻ്റെ റസൂലിനെ പറ്റിയിട്ട് റസൂലിൻ്റെ കഴിവിനെ പറ്റിയിട്ട് അവർക്ക് നിഷേധിക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അവരെല്ലാവരും അള്ളാഹിൻ്റെ റസൂലിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെയല്ലേ. കാരണം അവർ പിന്നെ 5 വക്തിൽ നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവരെല്ലാം. ഈ 5 വക്ത് നമസ്കാരത്തിലും ഇവർ ശരിക്കും ഈ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേര് ഉൾപ്പെടുത്തേണ്ട ഒരുപാട് സ്ഥലങ്ങളില്ലേ, അവിടെയെല്ലാം ഉൾപ്പെടുത്തുന്നില്ലേ. ആ സ്ഥാനത്ത് അല്ലെങ്കിൽ PMS സലാമിൻ്റെയോ അല്ലെങ്കിൽ ജിഫ്രി തങ്ങളുടെ പേരോടിൻ്റെ പേരോ അല്ലെങ്കിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ പേരോ അല്ലെങ്കിൽ CM മടവൂറിൻ്റെ പേരും ഉണ്ടാക്കി കഴിഞ്ഞ് നിസ്കാരം ശരിയാവുമോ? അപ്പോൾ ഇവരൊക്കെ അള്ളാഹിൻ്റെ റസൂലിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. റസൂലിൻ്റെ പേര് എല്ലാ 5 വക്തിലും പറയുന്നവരും കൂടിയാണ് ഇവരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് നമ്മൾ പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. പക്ഷേ ആ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ കറാമത്തിന് PMS സലാം ഉദ്ദേശിച്ചത് ഇവർ പറയുന്ന പല കറാമത്തുണ്ടല്ലോ, ഔലിയാക്കന്മാരോട് നമ്മൾ ഇടക്ക് നിന്നിട്ട് പറയുമ്പോഴാണ് വേഗം കിട്ടുന്ന ഒരു അടയാളം വെച്ചിട്ട്, അതാണ് സലാം പറഞ്ഞത്. ഇവർക്ക് അടയാളം വെച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ അള്ളാഹുവിനോട് ഡയറക്റ്റ് പറഞ്ഞാൽ പോലെയാണ്. അത് മുജാഹിദിൻ്റെ സാധാരണ പറയുന്ന ഒരു സംസാരമാണ്. അപ്പം പേരോട് പറഞ്ഞത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇപ്പം എന്നോട് ചോദിക്കും പേരോട് ആരും അറിയോ, എനിക്ക് പേരോട് വലിയ എല്ലാത്തിനും പാണ്ഡിത്യം പണവും നിർബന്ധമില്ല സഹോദരന്മാരെ. അവരവർക്ക് അറിയുന്നത് ആർക്കും ഒരു മുസ്ലിമാവിന് പറയാം, ഏതൊരു കാര്യം തോന്നിയാസമാവരുന്നേ ഉള്ളൂ. അപ്പം പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കൊടുത്തത് കറാമത്ത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആയിട്ടാണ്. അള്ളാഹിൻ്റെ റസൂലിന് ഒരുപാട് പല രൂപത്തിൻ്റെ കറാമത്തുകളുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരാളെ കറാമത്തിന് നമുക്ക് യോജിപ്പിക്കാൻ പറ്റുമോ? അള്ളാഹിൻ്റെ റസൂലിനെ പോലത്തെ ഒരു മനുഷ്യനെ തന്നെ ദുനിയാവിലില്ല എന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ അടുത്ത് പിന്നെ വേറെ ഏതെങ്കിലും ചിലപ്പോൾ CM മടവൂറോ അല്ലെങ്കിൽ ഖുറാത്തങ്ങളോ ആ സ്ഥാനത്ത് നമ്മൾ കുറേ കൊണ്ടിട്ട് വെച്ചാലോ? അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിൽ ഒരുപാട് CM മടവൂറിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിലവിലുള്ള വീഡിയോ ഔലിയാക്കന്മാരോട് പറഞ്ഞിട്ട്, അതായത് അള്ളാഹിൻ്റെ എല്ലാ കഴിവും അവർക്ക് കൊടുക്കുന്നിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നടക്കുന്ന ഒരുപാട് കറാമത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിലവിൽ. അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞത്. പക്ഷേ PMS സലാം പറഞ്ഞതിൻ്റെ മറുപടി അതല്ല. കാരണം PMS സലാമിന് ദീനി വിജ്ഞാനം ഇല്ല എന്ന് പറയുമ്പോൾ അയാൾ നിസ്കരിക്കുന്ന ആൾ തന്നെയാണ്, അയാൾ എല്ലാ സമയത്തും അള്ളാഹിൻ്റെ റസൂലിന് പറഞ്ഞു. അപ്പോൾ റസൂലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറാമത്തിനല്ല പറയേണ്ടത് അവിടെ. യഥാർത്ഥത്തിൽ PMS സലാം പറഞ്ഞ കറാമത്ത് വേറെ കറാമത്താണ്. ആ കറാമത്തിനെ പറ്റിയാണെങ്കിൽ ഒരു വാക്കും കൂടെ ഈ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവിടെ മുണ്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ചില ആൾ ചോദിക്കുമ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ ഇടപെട്ടിട്ട് ഒരിക്കൽ സലാമിനെ കുറ്റം പറയുന്നതിന് മതി. സലാമിനെ കുറ്റം പറയുന്നില്ല, സലാമിനോട് ഇപ്പോഴും പറയുന്നത് നമ്മൾ തന്നെയാണ്. എൻ്റെ ബഹുമാനപ്പെട്ട സലാം ഇച്ചാനോട്, ഇച്ചാൻ്റെ സലാം തന്നെ വിളിച്ചാൽ മതി, PMS സലാം തന്നെ വിളിച്ചാൽ മതിയാവും. സലാം സാറിനോട് സലാം സാറിനോട് എനിക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ നിങ്ങൾ മതപരമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടേണ്ട. നിങ്ങൾ ലീഗിൽ തന്നെ നിന്നോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ലീഗിൽ നിൽക്കുന്ന സമയത്ത് വേറെ മതത്തിൻ്റെ ആശയമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ചർച്ച ചെയ്യരുത്. കാരണം വെച്ചെങ്കിൽ സമസ്തയുണ്ട്, 2 സമസ്തയുണ്ട് പോകണമെങ്കിൽ AP ഉണ്ട്, EK ഉണ്ട്, 2 സമസ്തയുണ്ട്. അവർ മതപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് കൈകാര്യം ചെയ്തോളൂ, രാഷ്ട്രീയപരമായിട്ട് ഇടപെട്ടുള്ളൂ. രാഷ്ട്രീയമായിട്ട് ഇപ്പോഴല്ല, ഇതിനേക്കാൾ കൂടുതൽ ശക്തമായ രൂപത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നിങ്ങൾ മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യത്തിനും പോയിട്ട് അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ട. ഇപ്പോൾ കാൽദി അർച്ച പറഞ്ഞ പോലും ജിഫ്രി തങ്ങൾ പറഞ്ഞ പോലെയും പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞ പോലെ ഇങ്ങനെ പണ്ഡിതന്മാർക്ക് നിങ്ങൾ പറയാനും, അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾക്കുണ്ടാവും ജിഫ്രി തങ്ങൾ പറഞ്ഞ പോലെ വെറുപ്പ് ഉണ്ടാവും നിങ്ങളോട്. ആ വെറുപ്പും സമ്പാദിക്കാനാക്കണ്ട, ജനങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാനാക്കണ്ട. മതത്തിൻ്റെ കാര്യം പറയാൻ ഇവിടെ ആളുണ്ട്,
മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ്. മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, രാഷ്ട്രീയക്കാർ സംസാരിക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെ തുടർന്നിട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായ പോലെ തന്നെ ലീഗും സമസ്തയും ഒരുമിച്ചിട്ട് രണ്ടാൾ പറയേണ്ട അഭിപ്രായം മാത്രം അപ്പുറം പറഞ്ഞുകൊണ്ട് അതിന് യോജിപ്പിച്ചുകൊണ്ട് അതിന് സംയുക്തമായിട്ട് സന്തോഷത്തോടുകൂടി ജിഫ്രി തങ്ങൾ പറഞ്ഞ പോലെ എല്ലാം മറന്നുകൊണ്ട് സന്തോഷത്തോടും റാഹത്തോടും ഐക്യത്തോടും ജീവിക്കണമെന്ന് ഇപ്പോൾ തങ്ങൾ പറഞ്ഞില്ലേ. എന്നാലും പോലെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പണ്ഡിതന്മാരെ ഒരു കാര്യത്തിൽ ഇടപെടുക്കലാന്ന് ചക്ക് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ലീഗുകാർക്ക് എല്ലാവർക്കും ലീഗിൻ്റെ ആളുകൾ ആരും അതിൽ ഇടപെടരുതാണ് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത്. പിന്നെ എന്നോട് വിദ്വേഷമുള്ളവരെല്ലാം കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ എന്തൊക്കെ ചെയ്തും ഞാൻ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടും എന്നൊക്കെ അതൊക്കെ നിങ്ങളെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏതായാലും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. അടുത്ത വീട് കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.